അതായത് when the mighty outpouring of the Holy Spirit happened, result number 1, ഒന്നാമത്തെ റിസൾട്ട്, ജീവിതത്തിൽ ആദ്യമായി ദൈവസ്നേഹം എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. റോമർ 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നത് നമുക്ക് നമ്മളെ ചലിപ്പിക്കാത്ത ഒരു വരണ്ട, ഒരു ഡ്രൈ സ്റ്റേറ്റ്മെന്റ് ആയി അവശേഷിക്കും. എപ്പോൾ? പരിശുദ്ധാത്മാവ് നിറയാതിരിക്കുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് കൺവെൻഷൻ, സ്തുതിപ്പ്, പാട്ട്, ആരാധന, പ്രാർത്ഥന, ആളുകൾ ഇളകി മറിഞ്ഞ് ചാടി മറിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് കുർബാന, വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിച്ചു ആളുകളെ, ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 12 സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന വിശ്വാസത്തിലെ 12 പ്രസ്താവനകൾ യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മാനവ രക്ഷയ്ക്ക് വേണ്ടി ലോക ചരിത്രത്തിൽ പ്രവർത്തിച്ച 12 വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് മനുഷ്യര് ബോറടിച്ചാ നിൽക്കുന്നു. ഡ്രൈ സ്റ്റേറ്റ്മെന്റുകളാണ്, ഡ്രൈ സ്റ്റേറ്റ്മെന്റുകൾ. യേശുക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരമായി മനുഷ്യാവതാരം ചെയ്ത് പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നെന്ന് അവിടുന്ന് വീണ്ടും വരുമെന്നും പറയുമ്പോൾ ഹൃദയത്തിനകത്ത്, ഹൃദയത്തിന്റെ അടരുകൾക്കടിയിൽ, അന്തരാത്മാവിന്റെ അകത്തെ തലങ്ങൾക്കടിയിൽ എവിടെയോ ഒരു നൃത്ത ചുവട് ആരംഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അകത്തൊരു നർത്തനം രൂപപ്പെടുന്നില്ലെങ്കിൽ, അകത്തെവിടെയോ ഒരു തൊഴുത്തിൽ നിന്ന് തുള്ളിച്ചാടി വരുന്ന പശുക്കുട്ടിയെ പോലെ സന്തോഷിക്കുമെന്ന് മലാഖി പറഞ്ഞ വിധത്തിൽ നിങ്ങളുടെ അകത്തെവിടെയോ ഒരു തുള്ളിച്ചാട്ടം നടക്കുന്നില്ലെങ്കിൽ ഈ സ്നേഹം അകത്ത് കയറിയിട്ടില്ലെന്ന അർത്ഥം. യേശുവെ എന്ന് വിളിക്കുമ്പോൾ കണ്ണു നിറയുന്ന, യേശു ഒരു ലഹരിയായി മാറുന്ന, യേശുവിനെ പ്രഘോഷിക്കണമെന്നത് ദാഹമായി മാറുന്ന, യേശുവിനെ പ്രഘോഷിക്കാതിരുന്നാൽ ഭാരമായി മാറുന്ന ഒരു സ്നേഹത്തിന്റെ അഗാധ തലം അകത്തെവിടെയോ രൂപപ്പെടണമെങ്കിൽ ഈ കാറ്റ് മാളിക മുറിയിൽ ആഞ്ഞടിച്ചതുപോലെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ആഞ്ഞടിക്കണം ക്രിസ്ത്യാനി. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലത്. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ഭാരം വരില്ല, പ്രാർത്ഥിക്കാൻ തീഷ്ണത വരില്ല, വിശുദ്ധ ജീവിതത്തിന് ദാഹം വരില്ല, വചനത്തോട് താല്പര്യം വരില്ല, കുർബാന അർപ്പണത്തിന് തീഷ്ണത വരില്ല, ദൈവസ്നേഹം കൊണ്ട് നിറയില്ല, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഒരു യാന്ത്രികമായി നടന്നു പോകുന്ന, ചിരപരിചിതമായി അനുദിനം നടന്നു പോകുന്ന യന്ത്ര മനുഷ്യരെ പോലെ ജീവിക്കുന്ന വിശ്വാസികളായി നമ്മൾ അവശേഷിക്കും. എപ്പോൾ ഈ അനോയിന്റിങ് വർക്ക് ചെയ്യാതിരിക്കുമ്പോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഒരാൾ യേശുവിന് വേണ്ടി വീട്, കുടുംബം, കുലം, ഭാരം, ഭാവി എല്ലാം മാറ്റി വെച്ചിട്ട് ഒരാൾ യേശുവിന് വേണ്ടി ഇറങ്ങാണ്. ഒരു ചെറുപ്പക്കാരൻ ഇനത്തിരി പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കർത്താവിന് വേണ്ടി പോവാണ്, ഗ്രാമങ്ങളിലേക്ക് പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്, മധ്യസ്ഥ അപേക്ഷിക്കാൻ. ഇങ്ങനെ കർത്താവിന് വേണ്ടി ഭാരത്തോടെ ഇറങ്ങുന്ന മക്കളെല്ലാം ഈ സാക്ഷ്യം വഹിക്കാൻ, യേശുവിനെ സ്നേഹിക്കാൻ, കുർബാനയ്ക്ക് പോവാൻ, ഈശോയുടെ ശരീരത്തെ സ്വീകരിക്കാൻ, കുമ്പസാരിക്കാൻ, സഭയോട് സ്നേഹം, പ്രാർത്ഥനയോട് സ്നേഹം, ഇതെല്ലാം രൂപപ്പെടുന്നത് ഈ ആത്മാവ് നിറയുമ്പോഴാണ്. ഇത് നമ്മെ സംബന്ധിച്ച് പരിശുദ്ധാത്മ അഭിഷേകം ഒരു അഡീഷണൽ കോഴ്സ് അല്ല, ആഡ് ഓൺ കോഴ്സ് അല്ല. ദിസ് ഈസ് സോ ഫണ്ടമെന്റൽ. ഇത് നമുക്ക് അടിസ്ഥാനമാണ്. ഇത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചങ്ക് പൊട്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം.